ബംഗ്ലാദേശിലെ സ്ഥിതി വല്ലാതെ വഷളാവുകയാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരു ഹിന്ദു സന്യാസി ജയിലിലാണ്. അപ്പോൾ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഇടപെടാൻ വരണ്ടെന്ന് ബംഗ്ലാദേശിൻ്റെ മറുപടി വന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കറും നരേന്ദ്രമോദിയും തമ്മിൽ ഏതാണ്ട് അരമണിക്കൂർ ഈ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നു. ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പറയാം. ദിസ് ഈസ് ദ റൈറ്റ് മൊമെൻറ്റ് ഓഫ് അറ്റാക്കിങ് ബംഗ്ലാദേശ്. അറ്റാക്ക് ചെയ്യണോ? ഇൻവേഡ് ചെയ്യണം. എന്ത് ന്യായം പറയും? ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഹിന്ദുക്കൾക്കായിട്ട് ഒരു 40-50 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ബംഗ്ലാദേശിൽ നമ്മളെ ആ ചിക്കൻ നെക്ക് ഉണ്ടല്ലോ മുകളിൽ ഇങ്ങനെ കുപ്പിക്കഴുത്ത് പോലെ ചിറ്റഗോങ് ഭാഗം അല്ലേ, അവിടുന്ന് താഴത്തേക്ക് കിഴക്ക് വശത്ത് ചിറ്റഗോങ്. ചിറ്റഗോങ് കള്ളത്തരത്തിലൂടെ അവർ കൈക്കലാക്കിയതാണ്. ചിറ്റഗോങ്ങിൽ 98.5% ഹിന്ദു ബുദ്ധ ജനസംഖ്യ, 1.5% മുസ്ലിം ഉണ്ടായിരുന്നത്. 1947 ഓഗസ്റ്റ് 15 ചിറ്റഗോങ്ങിൽ പൊങ്ങിയ കൊടി ത്രിവർണ്ണ പതാകയായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ട് ചേർത്തു. അവിടെയുള്ള ആൾക്കാർ പ്രതിഷേധിച്ചു. നടന്ന് എന്ത് ചെയ്യാനാ? നെഹ്റു സമ്മതിച്ചു കഴിഞ്ഞു, അതങ്ങോട്ട് ചേർത്തു. അങ്ങനെ അത് ബിക്കോസ് അതൊരു ബ്രിട്ടീഷ് ഡിസൈനായിരുന്നു. നമ്മൾ പലപ്പോഴും ഈ നെഹ്റു അത് ചെയ്തു, പട്ടേൽ ചെയ്തില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരു മേജർ ഡിസൈൻ ബ്രിട്ടീഷുകാരുടെ മനസ്സിലുണ്ടായിരുന്നു. നമ്മളേതായാലും വിടുന്നു. പാർട്ടീഷൻ ഇവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. പടിഞ്ഞാറ് വശത്ത് പാകിസ്ഥാനിൽ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രിട്ടീഷ് പട്ടാളം താവളം അടിക്കും. അത് സോവിയറ്റ് യൂണിയനെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻച്വലി സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൈന വന്നു കഴിഞ്ഞാൽ ഒക്കെ യൂറോപ്യന്മാർക്ക് അവിടെ ഒരു പിടി വേണം. അതിനു വേണ്ടിയിട്ട് ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ ഇപ്പുറത്തേക്ക് ചേർത്തു. ജിന്ന അത് സമ്മതിച്ചു, ശരി ഞാൻ എടുത്തോളാം. ചിറ്റഗോങ് കൂടെ താൻ എടുക്കണം. ജിന്ന പറഞ്ഞു എനിക്കെന്തിനാ ചിറ്റഗോങ്, എനിക്ക് ആവശ്യമില്ല. തനിക്കത് കണ്ടിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനാണ്. താൻ അവിടെ ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ ഇത് മൊത്തം ഈ ഡിസൈനൊന്നും വർക്ക് ചെയ്തില്ല. അത് മുന്നോട്ട് പോയി അതിൻ്റെ ഹാങ് ഓവറിലാണ് ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ചോദിക്കുകയും ഹസീന കൊടുക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഹസീനയെ ഉരുട്ടിയിടുകയൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്തുണ്ടായ ബംഗ്ലാദേശാണ്. ചിറ്റഗോങ് നമുക്ക് തിരിച്ചു പിടിക്കാം. ആദ്യം പറഞ്ഞതിന് ഷോക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. വളരെ അത്ര നിസ്സാരമായി ആക്രമിക്കാനും പിടിച്ചെടുക്കാനും പറ്റും. പുടിൻ യുക്രൈനെ ആക്രമിച്ചത് എങ്ങനെയാണ്? ഈ ജസ്റ്റ് ഡിഡ് ഇറ്റ്. ലോകരാഷ്ട്രം എന്ത് തേങ്ങ ചെയ്തോ? ഇപ്പോൾ ചൈനയുടെ താല്പര്യങ്ങളുണ്ട് ബംഗ്ലാദേശിൽ. ബൈഡൻ പോകുന്ന പോക്കിൽ ഒരുപാട് പണി ചെയ്തുകൊണ്ടിരിക്കും. ചൈനയ്ക്കറിയാം ഇന്ത്യയുടെ താല്പര്യം ബംഗ്ലാദേശിലുണ്ടെന്ന് അറിഞ്ഞൂടെ? ചൈനയ്ക്ക് താല്പര്യമുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടെന്ന് ചൈനയ്ക്ക് മനസ്സിലാവുമല്ലോ. നമ്മളിത് ചെയ്യുന്നത് എന്തിനാണെന്ന് ലോകത്തോട് പറയുക. വാട്ട് വി ആർ ഡൂയിങ് ഇസ്. എന്താ ഇസ്രായേൽ ചെയ്തത്? ഈ എന്തെല്ലാം പ്രമേയം, എത്ര യുണൈറ്റഡ് നേഷൻ പ്രമേയം, എന്തെല്ലാം ചെയ്താൽ പോടാപ്പില്ല എന്ന് പറഞ്ഞു. ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞില്ലേ ഇലക്ഷൻ ക്യാമ്പയിനിൽ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഞാൻ സംരക്ഷിക്കും. എങ്ങനെ സംരക്ഷിക്കും? യു കാർവ് ഔട്ട് എ പോർഷൻ ഓഫ് ബംഗ്ലാദേശ്. നിങ്ങൾ ഈ പറഞ്ഞ കോടിക്കണക്കിന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ നിങ്ങൾക്ക് ഇന്ത്യയിൽ കൊണ്ടൊന്നും താമസിപ്പിക്കാൻ പറ്റില്ല. സോ ഹിന്ദുക്കളെ എടുക്കുക, കൂടെ അവരുടെ സ്ഥലവും കൂടെ എടുക്കുക, എന്നിട്ട് അവിടെ താമസിച്ചോളാൻ പറയുക ഹിന്ദുക്കളെ. ബംഗ്ലാദേശ് കുറച്ച് ചെറുതാകും. ശുദ്ധ അരാജകത്വമാണ് ബംഗ്ലാദേശിൽ. അമേരിക്കൻ എംബസി പൂട്ടി ഇവർ ഓടിയില്ലേ. ഇപ്പോഴും ബൈഡൻ നമ്മളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ബംഗ്ലാദേശ് ആക്രമിച്ചു കഴിഞ്ഞാൽ അയാൾ USS ഹാരി ട്രൂമാനെ ബംഗാൾ ഉൾക്കടലിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. പ്രിവെൻറ്റ് ഇറ്റ്, റഷ്യ വിൽ പ്രിവെൻറ്റ് ഇറ്റ്. പ്ലെയിനായിട്ട് പറയുക അമേരിക്കയോട്, ഡോണ്ട് പ്ലേ വിത്ത് അസ്. നിങ്ങളുടെ ജാനുവരി 20 നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ മാറാൻ പോവുകയാണ്. അതിനിടയ്ക്ക് യു ഷുഡ് നോട്ട് മെഡിൽ വിത്ത് അവർ അഫയേഴ്സ്. യു പ്ലേഡ്, യു ഫെയിൽഡ്. നിങ്ങൾ ഇട്ടിട്ട് പോയി, ഓടി. നിങ്ങൾ ഇതുപോലെ അഫ്ഗാനിസ്ഥാൻ ഇട്ടിട്ട് പോയി. വി സഫേർഡ്. അഫ്ഗാനിൽ അന്ന് ഭാരതം ചെയ്തത് എന്താ? അമേരിക്ക ഇട്ടിട്ട് പോയി. താലിബാൻ കയറി കഴിഞ്ഞപ്പോൾ ഫാസ്റ്റ് വിസ എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടാക്കിയിട്ട് അവിടെയുള്ള ഹിന്ദു, ജൈന, സിഖ് സകലവർക്കും ഫാസ്റ്റ് വിസ കൊടുത്ത് നമ്മൾ ഇങ്ങോട്ടെടുത്തു. നമുക്ക് അഫ്ഗാനിസ്ഥാന് ആക്രമിക്കാൻ പറ്റില്ല, കാരണം ഇടയിൽ പാകിസ്ഥാൻ കിടക്കുന്നു. ഇവിടെ വാട്ട് ഈസ് പ്രിവെൻറ്റിങ് യു?
ബംഗ്ലാദേശ് ആർമി എന്ന് പറയുന്നത് ആകെ 70,000 പേരാണ്. അതിൽ 30,000 പേര് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലാണ്. ബാക്കി 40,000 ആണ് ബംഗ്ലാദേശിൻ്റെ ആർമി. അവർ തന്നെ ചേട്ടൻ പറഞ്ഞാൽ അനിയൻ കേൾക്കില്ല, ദർ ഇസ് നോ ഓർഡർ, നത്തിങ്. യു ബോൾഡ്ലി അറ്റാക്ക് ദം. ചൈന എന്ത് ചെയ്യുന്നതാണ്? എന്ത് ചെയ്യും? ഇത് ചെയ്യാനായിട്ട് നമ്മുടെ പട്ടാളത്തിന് 24 hours വേണ്ട. സെൻഡ് യുവർ റഫാൽ. അവിടെ ദിസ് ഈസ് ദ തിങ്. ഇവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെല്ലാം സ്വാഗതം. കംപ്ലീറ്റ് ദ ഓപ്പറേഷൻ ബാംഗ്ലാദേശ് ഇൻ 48 hours ആൻഡ് പ്രസൻറ്റ് ദ വേൾഡ് വിത്ത് എ ഫേറ്റ് അക്കംപ്ലി. വേൾഡിൽ ഒരുപാട് പേർക്ക് അപസ്മാരം വരും. ഇംഗ്ലണ്ടിന്, ഫ്രാൻസിന്, ഇറ്റലി വിൽ സപ്പോർട്ടസ്, ജർമ്മനി ന്യൂട്രൽ അടിക്കും, ജപ്പാൻ ഇത് ഞാൻ കേട്ടേ ഇല്ല എന്ന് പറയും, ചൈന ചിലപ്പോൾ ഒന്നും മിണ്ടില്ല, ഇസ്രയേൽ ചിലപ്പോൾ ഒരു കൈ തരും. ദിസ് വിൽ ഹാപ്പൻ. സി, ലോക സമാധാനം എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഇല്ല. എല്ലാം ഇങ്ങനെയില്ല. ലോകത്ത് എപ്പോഴും ഒരു 10-25 യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. അവനെ ചൊറിഞ്ഞു, അവനെ ചൊറിഞ്ഞു. നമുക്ക് ചൊറിയാനുള്ളത് നമ്മൾ ചൊറിയണം. വി ഫെയിൽ ടു ഡൂ ദാറ്റ്. ഇന്ദിരാഗാന്ധി വലിയ പൊങ്ങച്ചൊക്കെ പറയും. 1971 ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു. ശരി, 90,000 പട്ടാളക്കാർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പ്രിസണേഴ്സ് ഓഫ് വാറായിട്ട്. ഇത് വെച്ചിട്ട് യു കുഡ് ഹാവ് നെഗോഷിയേറ്റഡ്. എനിക്ക് ആ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ, അത് മുഴുവൻ ഇങ്ങോട്ട് വിട്ടു തരണം, നിങ്ങളുടെ ആൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കേണ്ട ഗതികേടിലായിരുന്നു അന്ന് പാകിസ്ഥാൻ. ചെയ്തില്ല. സിംല കരാർ എല്ലാം കൂടെ തിരിച്ചു. നമ്മൾ ഉരുക്ക് വനിത എന്നൊക്കെ വിളിക്കും. അത് നമ്മളുടെ വെസ്റ്റേൺ ജനറൽ കാൻഡത്ത് കരഞ്ഞു വന്ന്, ഞാൻ എന്തിനാണ് എൻ്റെ പിള്ളേരെ ഞാൻ ഇത്ര ബലി കൊടുത്തത്. വി വെർ 1.5 kilometers ഫ്രം കറാച്ചി തുറമുഖത്തിന് തൊട്ടടുത്ത് ജനറൽ കാൻഡത്തിൻ്റെ പിള്ളേർ ചെന്ന് കഴിഞ്ഞിരുന്നു. ഇത് അവിടെ നിന്ന് ബാക്ക് അടിക്കാൻ പറഞ്ഞു ഇന്ദിരാഗാന്ധി. പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയും കയറി വന്നത്? 15 മിനിറ്റ് കൊണ്ട് ഞാൻ കറാച്ചിയുടെ ക്യാപ്ചർ ചെയ്യുമായിരുന്നു. ആ കറാച്ചി വെച്ചിട്ട് യു നെഗോഷിയേറ്റ് വിത്ത് ദം. കറാച്ചി ഞാൻ തിരിച്ചു തരില്ല, അൺലെസ് യു ഗിവ് മീ POK. ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു കറാച്ചി. വി ഫെയിൽഡ്. ക്രിട്ടിക്കൽ മൊമെൻറ്റിലെ ഫെയിലുവേഴ്സ്. ഇപ്പോൾ ഇത് പറ്റിയ സമയമാണ്. ജോ ബൈഡൻ കനോട്ട് ബിക്കം, സി, അമേരിക്ക കനോട്ട് ഇൻ്റർഫിയർ എവരിവെയർ. ദേ വാണ്ട് ടു ബി വേൾഡ് ലീഡർ. അത് ജോ ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും. But they cannot put their fingers everywhere. They have to finance Israel. ഇസ്രായേലിന് ആയുധം കൊടുക്കണം, ഉക്രൈന് ആയുധം കൊടുക്കണം, ഉക്രൈന് കാശ് കൊടുക്കണം. ദ ലാസ്റ്റ് ഡോളർ ഈസ് റിസർവ് ഫോർ ഉക്രൈൻ. ഇത് പറഞ്ഞത് ആൻ്റണി ബ്ലിങ്കനാണ്. അയാളുടെ ബ്ലിങ്കിങ് എത്രയുണ്ടെന്ന് നോക്കിയേ. ലാസ്റ്റ് ഡോളർ ഈസ് റിസർവ് ഫോർ ഉക്രൈൻ. ഓക്കെ, ഡോളർ കൊടുത്തു. അവിടെ ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ കയ്യിലൊന്നും ഇല്ലാതെ പോകും. എല്ലാം തീർന്നുകൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ വരാൻ പോകുന്നത്? യു ഡോണ്ട് ഹാവ് എ ബേസ്. ഡീഗോ ഗാർഷ്യയിൽ നിന്ന് വടക്കോട്ട് ഇന്ത്യൻ സമുദ്രത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു ബേസും ഇല്ല. അതാണ് അവരെ വെറി ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെൻറ്റ് മാർട്ടിൻ ചോദിച്ചത്. യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ബിഫോർ ദ കോൺകർ സെൻറ്റ് മാർട്ടിൻ. അവൾക്ക് സെൻറ്റ് മാർട്ടിൻ പിടിച്ചെടുക്കാൻ എന്താ തടസ്സം അമേരിക്കയ്ക്ക്? മ്യാൻമർ, ഇന്ത്യ, ചൈന ഇവരൊക്കെയാണ് തടസ്സം, ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ്. ബട്ട് ഇഫ് ദേ മേക്ക് ആൻ അറ്റംപ്റ്റ്, ഈ മിന്നൽ പോലെ ഒരു ആക്ഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഫെയ്റ്റ് അക്കംപ്ലിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുറച്ച് പേര് മരിക്കും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ബട്ട് ദെൻ റെഡ്യൂസ് ദ സൈസ് ഓഫ് ബംഗ്ലാദേശ്, ഗിവ് ദാറ്റ് ഏരിയ ടു ബംഗ്ലാദേശി ഹിന്ദുസ്, ഷോ ദാറ്റ് വി ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. അതിന് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറയുന്നത്. ദിസ് മസ്റ്റ് ബി ഡൺ. ആഗ്രഹം കൊള്ളാം, പക്ഷേ അതാണ് എപ്പോഴും ഞാൻ സംശയിക്കുന്നത്, അങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ്. ഈ തടസ്സങ്ങളാണ് നിങ്ങൾ മുന്നിൽ കാണാൻ പോകുന്നതെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ കാണും. ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ 100 വഴി ചെയ്യാനുള്ളത് തുറക്കും. ചെയ്താൽ അതൊരു ചരിത്രമായിരിക്കും അല്ലേ? ചിലപ്പോൾ ചരിത്രമായിരിക്കും, ചെയ്തില്ലെങ്കിലും ചരിത്രമാകും കേട്ടോ. ദൈനിക ചരിത്രം. യുവർ ഇനാക്ഷൻ ഓൾസോ വിൽ ബി പാർട്ട് ഓഫ് ഹിസ്റ്ററി. ഏതായാലും ചരിത്രം എന്തെങ്കിലും ചെയ്തവരെയാണ് ഓർമ്മിക്കാറുള്ളത്, ചെയ്യാത്തവരെ ഓർമ്മിക്കാറൊക്കെയുണ്ട്. തോറ്റവരെ സഹതാപത്തോടെ ഓർമ്മിക്കും, വീരന്മാരായിട്ട് കാണില്ല. ചെയ്യേണ്ടത് ചെയ്യാത്തവരെയാണ് ചരിത്രം പഴിക്കുന്നത്. നിസ്സഹായരായിട്ട് ചെയ്യാതെയൊക്കെ പോയവരുണ്ട്, അവരും ചരിത്രം പഴിക്കില്ല. എനിവേ, ലെറ്റ്സ് നോട്ട്. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. എൻ്റെ ആഗ്രഹം തന്നെയാണ്. ആഗ്രഹിക്കേണ്ടവരും തീരുമാനിക്കേണ്ടവരും
അങ്ങനെയൊന്നും ആഗ്രഹിക്കട്ടെ. ഐ ഡോണ്ട് തിങ്ക് ഇതൊക്കെ ഈ നമ്മളുടെ മിലിറ്ററിക്കോ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനോ അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നും അല്ല നമ്മളീ പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൾ നോൺ ടു ദം. പക്ഷേ എന്തോ ബട്ട് ഫോർ സം റീസൺ ദർ കുഡ് ബി ബെറ്റർ ഓപ്ഷൻസ് ദാൻ വാട്ട് വി. നമുക്കറിയാത്ത എന്തോ നമ്മളൊരു ലേമാൻ പെർസ്പെക്റ്റീവിലല്ലേ പറയുന്നത്. ഏതായാലും സുനിൽ ബംഗ്ലാദേശിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ബംഗ്ലാദേശിൻ്റെ മുകളിൽ കൂടെ പറന്നിട്ടുണ്ട്. കൽക്കട്ടയിൽ നിന്ന് ആസാമിലേക്ക് പോകണമെങ്കിൽ ബംഗ്ലാദേശിൻ്റെ മുകളിൽ കൂടെ പറക്കണമല്ലോ. ഇതാണ് ബംഗ്ലാദേശും ഞാനും തമ്മിലുള്ള ബന്ധം. നമുക്ക് പാചകമടിക്കുന്ന പോലെ മോദിയോ ഷായോ അജിത് ഡോവലോ ചിന്തിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷേ ആഗ്രഹം പറയാൻ തടസ്സം. അതെ, നമുക്ക് ആഗ്രഹിക്കാം. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട ജനതയെ ഓർത്താണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.